നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 10 ഞായറാഴ്ച. ഇന്നത്തെ പ്രമുഖ 10 പത്രങ്ങൾ പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ഏകോപിപ്പിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: എയിംസ് BSc MSc പ്രവേശനം രജിസ്ട്രേഷൻ തുടങ്ങി. കേരള എൻട്രൻസ് വിജ്ഞാപനം ഈ മാസം 20 ശേഷം. UCED ഫലം പ്രഖ്യാപിച്ചു. എൻട്രൻസ് ഫ്ലോട്ടിംഗ് സംവരണം അട്ടിമറിക്കുന്നു. ഇനി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്: എയിംസ് BSc MSc പ്രവേശനം ബേസിക് രജിസ്ട്രേഷൻ തുടങ്ങി. ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെയും എയിംസിൻ്റെ മറ്റു കേന്ദ്രങ്ങളിലെയും BSc MSc കോഴ്സുകളിലെ 2024 പ്രവേശന പരീക്ഷകൾക്കുള്ള ബേസിക് രജിസ്ട്രേഷൻ www.aimsexams.ac.in എന്ന സൈറ്റ് വഴി ആരംഭിച്ചു. BSc നഴ്സിംഗ്, BSc പാരാമെഡിക്കൽ കോഴ്സുകൾ, വിവിധ MSc കോഴ്സുകൾ, MSc നഴ്സിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ എല്ലാ കോഴ്സുകളിലേക്കും 2 ഘട്ടങ്ങളിലായിട്ടാണ് അപേക്ഷ പൂർത്തിയാക്കേണ്ടത്. ആദ്യഘട്ടം ബേസിക് രജിസ്ട്രേഷനാണ്. ഏതെങ്കിലും പ്രോഗ്രാമിൽ താൽപ്പര്യമുള്ളവർ ഏപ്രിൽ 5 വൈകിട്ട് 5 മണിക്ക് മുമ്പായി aimsexams.ac.in വഴി ബേസിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ബേസിക് രജിസ്ട്രേഷൻ സ്വീകരിക്കപ്പെട്ടവർക്ക് ഫൈനൽ രജിസ്ട്രേഷൻ കോഡ് രൂപപ്പെടുത്താനും തുടർന്ന് അപേക്ഷാ ഫീസ് അടയ്ക്കാനും അപേക്ഷ സമർപ്പിച്ചവർക്ക് പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനും മാർച്ച് 12 മുതൽ ഏപ്രിൽ 12 വൈകിട്ട് 5 മണി വരെ സൗകര്യമുണ്ടായിരിക്കും. ഇനി ഇന്നത്തെ മലയാള മനോരമ പത്രം പരിശോധിക്കുമ്പോൾ മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നൊരു വാർത്തയാണ്: എൻട്രൻസ് വിജ്ഞാപനം 20 ശേഷം പുറത്തിറക്കും. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഓൺലൈനായി മെയ് 15 ശേഷം. ഈ വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള വിജ്ഞാപനം ഈ മാസം 20 ശേഷം ഇറക്കും. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടിയ കമ്മിറ്റി പ്രോസ്പെക്ടസിൻ്റെ കരടിന് അന്തിമരൂപം നൽകി. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള ഓൺലൈൻ പരീക്ഷ മെയ് 15 ശേഷം നടത്താനാണ് ആലോചിക്കുന്നത്. എന്നാൽ ഇതേ ദിവസങ്ങളിൽ മറ്റ് ചില മത്സര പരീക്ഷകൾ വരുന്നതിനാൽ തീയതിയുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിലെ അന്തിമ തീരുമാനമെടുക്കൂ. ഒരാഴ്ച കൊണ്ട് ഓൺലൈൻ പരീക്ഷ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൾഫിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. മറ്റൊരു വാർത്ത: ഇന്നലെ മറ്റ് പ്രധാന പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത JEE മെയിൻ 2ാം പേപ്പർ ഫലം പ്രസിദ്ധീകരിച്ചു. ഇനി അടുത്ത വാർത്ത പറയുന്നു: UCED ഫലം പ്രസിദ്ധീകരിച്ചു. ഇതേ വാർത്ത തന്നെ പ്രാധാന്യത്തോടുകൂടി മാധ്യമം പത്രത്തിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മാധ്യമം പത്രത്തിലെ റിപ്പോർട്ട് ഇതാണ്: UCED ഫലം പ്രസിദ്ധീകരിച്ചു. ഡിസൈൻ ബിരുദ കോഴ്സുകൾക്കുള്ള പൊതുപ്രവേശന പരീക്ഷയായ UCED ഫലം IIT ബോംബെ പ്രസിദ്ധീകരിച്ചു. ജനുവരി 21 നടന്ന പരീക്ഷയുടെ ഫലം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി കേരള കൗമുദി പത്രം പരിശോധിക്കുമ്പോൾ കേരള കൗമുദിയുടെ 7ാമത്തെ പേജിൽ വിവിധം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുകയാണ്: ഫ്ലോട്ടിംഗ് സംവരണം അട്ടിമറിക്കുന്നു. പിന്നോക്കക്കാർക്ക് 700 മെഡിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റുകൾ നഷ്ടമാവും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ ഫ്ലോട്ടിംഗ് സംവരണം നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം പിന്നോക്ക മുസ്ലിം വിദ്യാർത്ഥികളുടെ 700-ലേറെ സംവരണ സീറ്റുകൾ നഷ്ടപ്പെടുത്തും. 20 വർഷമായി തുടരുന്ന രീതിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഉദ്യോഗസ്ഥ ലോബി അട്ടിമറിക്കുന്നത്. 2023 സർക്കാർ മേഖലയിൽ MBBSന് 174-ഉം എഞ്ചിനീയറിംഗിന് 573 ഉൾപ്പെടെ 747 പേർക്കാണ് ഫ്ലോട്ടിംഗ് സംവരണത്തിൽ പ്രവേശനം ലഭിച്ചത്. മൊത്തം സീറ്റ് കൂട്ടുമ്പോൾ സംവരണ സീറ്റും കൂടും. സ്ഥാപന തലത്തിൽ സംവരണം ഒതുക്കുമ്പോൾ മെറിറ്റ് സീറ്റിന് അർഹതയുള്ളവരും സംവരണ സീറ്റിൽ ഒതുങ്ങും. അവർക്ക് നഷ്ടപ്പെടുന്ന മെറിറ്റ് സീറ്റുകൾ പൊതുവിഭാഗത്തിലേക്ക് മാറ്റും. ഇത് തടയാൻ നിയമസഭാ സമിതിയുടെ ശുപാർശയിലാണ് അന്ന് ഫ്ലോട്ടിംഗ് സംവരണം ഏർപ്പെടുത്തിയത്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.